എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി റിവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പേപ്പർ വീണ്ടും പുതുതായിട്ട് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. അതായത് നേരത്തെ ചെക്ക് ചെയ്ത ടീച്ചറായിരിക്കില്ല, വീണ്ടും മറ്റൊരു ടീച്ചറായിരിക്കും നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കൂടിയ മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുകയാണെങ്കിലും നിങ്ങൾക്ക് നിലവിൽ ഏതാണോ കൂടുതൽ, അതായത് ഏതാണോ ബെറ്റർ സ്കോർ ആയിട്ടുള്ളത്, അതാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതുപോലെ തന്നെ റിവാലുവേഷന് ശേഷം 10% മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ, അതായത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് റിവാലുവേഷന് മുമ്പ് ലഭിച്ചത് 30 മാർക്കും റിവാലുവേഷന് ശേഷം 60ൻ്റെ 10% ആയിട്ടുള്ള 6 മാർക്ക് കൂടി നിങ്ങൾക്ക് 36 മാർക്കാവുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് തിരിച്ച് ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ 80 മാർക്കുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു 40 മാർക്കാണ് കിട്ടിയതെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം 80 മാർക്കിൻ്റെ 10% ആയിട്ടുള്ള 8 മാർക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് 48 അതിന് മുകളിലോ ലഭിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു 500 രൂപ, റീവാലുവേഷനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും തിരികെ റീഫണ്ടായിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ 300 രൂപ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളുകളിലെ അധ്യാപകന്മാരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷാ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ, അതായത് മാർക്ക് നിങ്ങൾക്ക് കൂടുതലുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പറിൻ്റെ സൂക്ഷ്മ പരിശോധനയാണ്. അതായത് എവിടെയെങ്കിലും മാർക്ക് ഇട്ടത് കുറഞ്ഞു പോയിട്ടുണ്ടോ, കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ക്രൂട്ടിനിയിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രൂട്ടിനിക്ക് 100 രൂപയാണ് ഫീസ് വരിക. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് കൂടി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പേഴ്സ് വീണ്ടും പുതിയൊരു ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് വീണ്ടും അതിൻ്റെ ആ ഒരു സൂക്ഷ്മ പരിശോധന വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷ നൽകേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഈ ഒരു റീവാലുവേഷൻ്റെ ഫോം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടിനിയുടെയും ഫോട്ടോ കോപ്പിയുടെയും ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെയ് 14-ാം തീയതിയാണ്. അതുപോലെ ചില സ്കൂളുകളിൽ നിന്ന് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷയും നാളെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ് എപ്പോഴാണ് സ്കൂളിൽ നിന്ന് ഈ ഒരു ഫീസൊക്കെ അടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ആൻസർ ഷീറ്റ്, അതായത് റീവാലുവേഷൻ ചെയ്യാനുള്ള ആ ഒരു ഫോമിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടിനിയുടെയും അതുപോലെ ഫോട്ടോ കോപ്പിയുടെയും ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ 3 ലിങ്കുകളും സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ആവശ്യമുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ലിങ്കിൻ്റെ കാലാവധി 7 ദിവസമാണ്. അപ്പോൾ 7 ദിവസത്തിന് ശേഷം പിന്നീട് ആ ഒരു ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കില്ല. അതായത് ഈ ഒരു PDF നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കില്ല. കാരണം ഈ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള ലിങ്ക് ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ്റെ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് റീവാലുവേഷൻ്റെ ഫോം. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു ഫോമാണിത്. അപ്പോൾ ഈ ഒരു ഫോമിൻ്റെ ആദ്യം തന്നെ ചോദിക്കുന്നത് ഈ ഒരു എക്സാമിനേഷൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ. അപ്പോൾ ഫസ്റ്റ് എന്നുള്ളത് തടയുക, അതിനുശേഷം സെക്കൻഡ് ഇയർ മാർച്ച് 2024 എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലാൻ ചോദിക്കുന്നുണ്ട്, നെയിം ഓഫ് ട്രഷറി ചോദിക്കുന്നുണ്ട്, അമൗണ്ട് റെമിറ്റഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് അടക്കുന്നതാണെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നെയിം ഓഫ് കാൻഡിഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ പേരും അതുപോലെ തന്നെ സെൻറ്റർ നമ്പറും ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ റവന്യൂ ജില്ല, നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ അടുത്തതായിട്ട് ചോദിക്കുന്നത് സീരിയൽ നമ്പർ,
അതുപോലെ നെയിം ഓഫ് പേപ്പേഴ്സ് അതുപോലെ തന്നെ സ്കോർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 ഈ ഒരു രീതിയിൽ വരുന്ന അതാണ് സീരിയൽ നമ്പർ. പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ റീവാലുവേഷൻ അപേക്ഷിക്കുന്നത്, ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 1 ആണ്. സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ പാർട്ട് 2 ആണ്. ബാക്കി ഏതൊരു സബ്ജക്റ്റും പാർട്ട് 3 ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഫിസിക്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പാർട്ട് 3 ഫിസിക്സിന് +2 ലഭിച്ച TE മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് ഇവിടെ എഴുതുക. അപ്പോൾ അതായത് എഴുത്തു പരീക്ഷയിൽ +2 ലഭിച്ച മാർക്ക്. അതിനുശേഷം ഇംഗ്ലീഷ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഇത് 1 ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് എഴുതുക. അതിൻ്റെ 80 ലഭിച്ച മാർക്ക് എത്രയാണോ അത് നിങ്ങൾ ഇവിടെ എഴുതുക. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലുവേഷൻ വേണ്ടത് അത് നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഈ ഒരു ഫോമിനോടൊപ്പം നൽകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സ്ക്രൂട്ടിനിക്ക് അപേക്ഷ നൽകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഡ്രസ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ എഴുതുക. ഇവിടെ പ്ലേസ്, ഡേറ്റ് എന്നിവ എഴുതുക. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണോ അത് നിങ്ങൾ ഇവിടെ എഴുതുക. അപ്പോൾ ഈ ഒരു റീവാലുവേഷന് 500 രൂപയാണ് ഫീസ് വരിക. ഇതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫോം പൂരിപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് എന്നുള്ളത് തടയുക. അതിനുശേഷം മാർച്ച് 2024 എന്ന് എഴുതുക. നിങ്ങളുടെ പേര് എഴുതുക, രജിസ്റ്റർ നമ്പർ എഴുതുക, എക്സാം സെൻറ്ററിൻ്റെ പേരും അതുപോലെ കോഡും കറക്റ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ സെൻറ്റർ നമ്പർ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്ക്രൂട്ടിനി ഏതൊക്കെ വിഷയങ്ങളാണ് സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 ഈ ഒരു രീതിയിൽ എണ്ണൽ സംഖ്യയാണ് ആ ഒരു സീരിയൽ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ലാംഗ്വേജുകളാണ്. അതുപോലെ നെയിം ഓഫ് പേപ്പേഴ്സ് ഏതാണ് അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. അതിന് +2 ലഭിച്ച TE മാർക്ക് എത്രയാണോ അത് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ആ ഒരു കോപ്പി ഇതിനോടൊപ്പം എൻക്ലോഷർ ചെയ്യുന്നുണ്ടോ, അതായത് ഇതിനോടൊപ്പം നൽകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതിനുശേഷം വെദർ അപ്ലൈഡ് ഫോർ റീവാലുവേഷൻ ഓൾസോ, നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇതിനോടൊപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. റീവാലുവേഷൻ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ അഡ്രസ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേരടക്കം എഴുതുക, പിൻകോഡ്, ഫോൺ നമ്പർ എന്ന് എഴുതുക, പ്ലേസ്, ഡേറ്റ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് 100 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ അടുത്ത ഫോം എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പിയുടേതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കോപ്പി നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഈ ഒരു ഫസ്റ്റ് എന്നുള്ളത് തടയുക. അതിനുശേഷം മാർച്ച് 2024 എന്ന് എഴുതുക. നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, രജിസ്റ്റർ നമ്പർ എഴുതുക. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ ആ ഒരു സെൻറ്റർ നമ്പറും എഴുതുക. ആ സെൻറ്റർ കോഡ് ഉണ്ടാകും, ആ ഒരു സെൻറ്റർ കോഡാണ് എഴുതേണ്ടത്. അത് നിങ്ങൾ അറിയില്ലെങ്കിൽ സ്കൂൾ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ റവന്യൂ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജില്ലയാണ്, അത് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചോദിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളുടേതാണ് ഫോട്ടോ കോപ്പിയുടെ ആവശ്യമുള്ളത് എന്നുള്ളത്. അപ്പോൾ സീരിയൽ നമ്പർ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയുമാണ് വേണ്ടതെന്ന് കരുതുക. അപ്പോൾ ഞാനിവിടെ പാർട്ട് 1 ആണ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് പാർട്ട് 2, ബാക്കിയുള്ള ലാംഗ്വേജ് പാർട്ട് 3 ആണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതുന്നു. അതിനുശേഷം അതിന് എനിക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നുള്ളത് എഴുതുന്നു. അതിനുശേഷം അടുത്ത സീരിയൽ 2, അത് സീരിയൽ നമ്പർ 2. അപ്പോൾ അതിൽ പാർട്ട് 3 ആയിട്ടുള്ള മാത്സ് ആണ് എനിക്ക് കോപ്പി വേണ്ടത്. അപ്പോൾ ഇവിടെ മാത്സ് എന്ന് എഴുതുന്നു. മാത്സിന് എനിക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ എഴുതുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് എഴുതിയ ശേഷം നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണ് ഈ ഒരു ഫോട്ടോ കോപ്പി അയച്ചു തരേണ്ടത് ആ ഒരു അഡ്രസ്സ് ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ക്യാപിറ്റൽ ലെറ്ററിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം പിൻകോഡും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്, അതുപോലെ ഫോൺ നമ്പർ, അതുപോലെ പ്ലേസ് ആൻഡ് ഡേറ്റ്, അതുപോലെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. ഇത് നൽകുക. അപ്പോൾ 300 രൂപയാണ് ഒരു വിഷയത്തിന് ഫോട്ടോ കോപ്പിക്ക് വരുന്ന ഫീസ്. 2 വിഷയത്തിനാണെങ്കിൽ 600 രൂപയാണ് വരിക. അപ്പോൾ ഇത്രയുമാണ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം ആ ഒരു ഫോം മാത്രമേ ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. എല്ലാ ഫോമും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓരോ ഫോമും സെപ്പറേറ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള PDF ലിങ്കുകൾ ഈ ഒരു വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ ഒരു ലിങ്കുകൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് വഴി ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.